മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ത്രികോണ പ്രണയകഥകളിൽ ഒന്നാവും സംവിധായകൻ ഭരതന് ശ്രീവിദ്യയോടും പിന്നീട് തന്റെ ഭാര്യയായി തീർന്ന കെ.പി.എസ്.സി. ലളിതയോടും ഉണ്ടായിരുന്ന ബന്ധങ്ങൾ. ആദ്യം ശ്രീവിദ്യയെ പ്രണയിച്ച പ്രശസ്ത സംവിധായകൻ പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം അവരിൽ നിന്ന് അകന്നിരുന്നു. അതിനുശേഷം കെ.പി.എസ്.സി. ലളിതയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നാൽ വിവാഹശേഷവും ആദാമിന്റെ വാരിയെല്ല് നായികയോടുള്ള ഇഷ്ടം മറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഭരതനും ശ്രീവിദ്യയും അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷം മനോരമ ന്യൂസ് ചാനലിലെ നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഈ ത്രികോണ പ്രണയകഥയെക്കുറിച്ച് കെ.പി.എസ്.സി. ലളിത മനസ്സ് തുറന്നിരുന്നു. അന്ന് ഭർത്താവിന്റെ കാമുകിയെ ഒരിക്കലും താൻ വെറുത്തിരുന്നില്ല എന്നും അവരോട് സഹതാപമല്ലാതെ മറ്റൊന്നും തോന്നിയിരുന്നില്ല എന്നും ലെജൻഡറി നടി പറഞ്ഞു. ശ്രീവിദ്യ മരിച്ചപ്പോൾ അവസാനമായി അവരെ സാരിയുടുപ്പിച്ചൊരുക്കിയത് പോലും താനായിരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ മരിക്കുന്നിടത്തോളം അവരുടെ മരണക്കിടക്കയിൽ വരെ ഞാൻ പോയി. അവസാനം ഞാനാണ് സാരിയുടുപ്പിച്ചതും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതും. മരിക്കുന്നതിന് മുൻപ് പൊട്ടുവയ്ക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നിട്ട് വലിയ പൊട്ടുവെച്ചു കൊടുത്തതൊക്കെ ഞാൻ തന്നെയാണ്. കെ.പി.എസ്.സി. ലളിത ഓർത്തെടുക്കുന്നു. ഒപ്പം ഭർത്താവിന്റെ കാമുകിയാണെന്ന് അറിയാമെങ്കിൽ പോലും ശ്രീവിദ്യയെ വെറുക്കാൻ ഒരിക്കലും തനിക്ക് സാധിക്കാതിരുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും സീനിയർ നടി മനസ്സു തുറന്നു. കാരണം എന്നേക്കാൾ മുൻപ് എന്റെ ഭർത്താവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ എന്തിനാണ് കല്യാണത്തിന് സമ്മതിച്ചത്? അത് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് കടിപിടി കൂടുന്നത്? എനിക്ക് സത്യത്തിൽ ശ്രീവിദ്യയോട് വളരെയധികം സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ അവരുടെ ജാതകത്തിന്റെ കുഴപ്പമായിരിക്കും. ദുരിതപൂർണമായ ജീവിതമായിരുന്നു. അവർ എല്ലാം തികഞ്ഞൊരു സ്ത്രീയായിരുന്നു. കെ.പി.എസ്.സി. ലളിത പറയുന്നു. സൗന്ദര്യത്തിലായാലും അഭിനയത്തിലാണെങ്കിലും കലയിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും ശ്രീവിദ്യ എല്ലാം തികഞ്ഞ സ്ത്രീയായിരുന്നു. സ്വഭാവത്തിലാണെങ്കിലും എനിക്ക് വലിയ മോശമായിട്ടൊന്നും അവരെപ്പറ്റി തോന്നിയിട്ടില്ല. എപ്പോൾ കണ്ടാലും ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ. അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിൽ ഇരുന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്തിനാണ് ഞാൻ അവരെ വെറുക്കേണ്ടത്? അതിന്റെ കാര്യമില്ലല്ലോ, കെ.പി.എസ്.സി. ലളിത പറയുന്നു. ഭരതന്റെ മരണശേഷവും ശ്രീവിദ്യയും കെ.പി.എസ്.സി. ലളിതയും തമ്മിലുള്ള സൗഹൃദം തുടർന്നിരുന്നു. പവിത്രം, അനിയത്തിപ്രാവ് തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിലെ ഇരുവരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീനുകളിൽ ആ കെമിസ്ട്രി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അനിയത്തിപ്രാവിന്റെ ലൊക്കേഷനിൽ വെച്ച് നടൻ തിലകനും ലളിതയും തമ്മിൽ വളരെ നാളുകളായി നീണ്ടുനിന്നിരുന്ന പിണക്കം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തതും ശ്രീവിദ്യയായിരുന്നു എന്ന് താരം വെളിപ്പെടുത്തി.